എൻ്റെ മോള് കുറേ ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് കാക്ക കാക്ക എന്ന്. പക്ഷേ കാക്കേനെ നമുക്ക് പ്രോപ്പറായിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അവൾക്കിപ്പം പറന്ന് നടക്കുന്നതെല്ലാം കാക്കയാണ്. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ മാറി കിട്ടാൻ വേണ്ടിയിട്ട് അവൾക്ക് ഞാൻ ഇന്നൊരു കാക്കേനെ തന്നെ ഉണ്ടാക്കി കൊടുത്താലോ എന്ന് ആലോചിക്കുകയാണ്. കറക്റ്റ് ആവുമെന്നറിയില്ല. എന്തായാലും കറുത്ത ഒരു പക്ഷി കാണുമ്പോൾ അതാണ് കാക്ക എന്ന് പറയാൻ അവൾക്ക് തോന്നണം. അല്ലാതെ കാണുന്നവനെല്ലാം കാക്ക പറയുമ്പോൾ ശരിയല്ലല്ലോ. പിന്നെ ഏത് നേരത്തും കാക്ക കാക്ക പറയുമ്പോൾ നമുക്ക് ആ ഒരു സമയത്ത് തന്നെ കാക്കേനെ കാണിച്ചു കൊടുക്കാൻ പറ്റണമെന്നില്ല. പിന്നെ അവൾ ഫുഡ് കഴിക്കുമ്പോൾ ഒക്കെ കാക്കേനെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് എന്നും നമ്മൾ വിചാരിക്കുന്ന സമയത്ത് അതിനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ കാക്കേനെയും വെറുതെ നടക്കണ്ടല്ലോ. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ദുരുദ്ദേശം. അപ്പോൾ ആ ഒരു ദുരുദ്ദേശം നമുക്ക് ഒക്കെ ആയിട്ട് കിട്ടുമെന്ന് അറിയില്ല. പിന്നെ നമ്മുടെ ക്രാഫ്റ്റ് റൂമിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഇതാണ്. ഇത് ക്രാഫ്റ്റ് റൂമൊന്നുമല്ല, എൻ്റെ വീടിൻ്റെ തന്നെ മുകളിലത്തെ ഭാഗമാണ്. ആകെ അലമ്പായി കിടക്കുവാണ്, കണ്ടോ. അങ്ങനെയൊക്കെ. അപ്പോൾ നമുക്ക് കാക്കേനൊന്നും ഉണ്ടാക്കാൻ പറ്റുമോ നോക്കാം. കാക്ക എടുത്തു. സങ്കടത്തില്ല കാക്കേനെ വിളിക്കുന്നു. മതിയാ അത് തന്നെ. അപ്പോൾ കുറച്ച് ദിവസം മുന്നേ ക്രാഫ്റ്റിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ നോക്കുമ്പോഴാണ് ദാ ഈ ഒരു ഐറ്റം അവിടെ കിടക്കുന്നത് കണ്ടത്. അപ്പോൾ കാക്കേൻ്റെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ബോഡി ആക്കാൻ വേണ്ടിയിട്ട് ദാ ഈ ഒരു ഐറ്റം ഉപയോഗിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇതെൻ്റെ തന്നെ കളിപ്പാട്ടായിരുന്നു. ഈ ഒരു താറാവുണ്ടല്ലോ, ഇത് ശരിക്കും ഞാൻ കളിച്ചതാണ്. എനിക്ക് പണ്ട് ഉത്സവത്തിൻ്റെ അടുത്ത് നിന്ന് വാങ്ങിച്ചതന്നെ കേട്ടോ. നമുക്ക് ഇതിൻ്റെ ബോഡി വെച്ചിട്ട് കാക്കയുടെ ബോഡി ഉണ്ടാക്കാം. പിന്നെ തലയും കാര്യങ്ങളൊക്കെ നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം, നോക്കാം സെറ്റ് ആവുമെന്ന്. വാ. അങ്ങനെ നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് അതിൻ്റെ ഓരോ പാർട്ട് ഊരി നമ്മൾ വൃത്തിയാക്കി എടുത്തു കേട്ടോ. അപ്പോൾ നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ താറാവിൻ്റെ വാല് പോലത്തെ പോർഷൻ കാക്കക്ക് വേണ്ടാത്തത് കൊണ്ട് തന്നെ നമ്മളത് കട്ട് ചെയ്തെടുത്തു. പക്ഷേ ചെറുതായിട്ട് പണി കിട്ടി. കട്ട് ചെയ്യുന്നതിനിടയിൽ അതിൻ്റെ ബോഡി പോർഷനൊക്കെ നല്ല രീതിയിൽ പൊട്ടിപ്പോയി. വെയിലും മഴയൊക്കെ കൊണ്ടുകൊണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ പിന്നെ വിചാരിച്ചു അത് ഒഴിവാക്കാമെന്ന്. ഇനി കാർഡ്ബോർഡിൽ നമ്മളൊരു കാക്കേൻ്റെ ചെറിയൊരു ഷേപ്പ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ വരച്ചതിന് ശേഷം. അപ്പോൾ സിമ്പിളായിട്ട് ഇതുപോലെ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. ഒരു കുഞ്ഞിക്കാക്കയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എൻ്റെ മോളെ ഒരു കളിപ്പിക്കാൻ വേണ്ടി ഒരു കാക്ക, അത്ര മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അതിൻ്റെ ഇടയിൽ കാക്ക എന്ന് പറഞ്ഞിട്ട് അവളും എൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ കട്ട് ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. മോളെ പോലെ തന്നെ കാക്കേനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരായിരിക്കണം ഇതിൻ്റെ ഡീറ്റെയിലിംഗ് വീഡിയോ ചോദിച്ചിട്ടുണ്ടാവാമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഇതൊന്നും വലിയ ഇഷ്ടത്തോടെ കാണുന്നവരായിരിക്കില്ല എന്ന് കൂടുതലും. കാരണം കാക്കേനൊക്കെ അത്രയും ക്രിയേറ്റീവായിട്ട് ചിന്തിച്ച് കാണുന്നവരായിരിക്കും, എനിക്കറിയില്ല. അപ്പോൾ ഇതുപോലെ നമ്മൾ ഒരു ബോഡി പോർഷൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് തെർമാക്കോൾ വെച്ചിട്ട്. അത് ഇതുപോലെ നമ്മൾ അതിൻ്റെ കറക്റ്റ് ഷേപ്പ് കിട്ടാൻ വേണ്ടി മാത്രമാണ് കാർഡ്ബോർഡിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തത്. അത് വെച്ച് തെർമാക്കോൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം എഡ്ജസും കാര്യങ്ങളൊക്കെ ഒന്ന് സ്മൂത്ത് ചെയ്തെടുത്തു. എൻ്റെ കയ്യിൽ കറക്റ്റ് പറയുകയാണെങ്കിൽ ഒരു പെയിൻറ്റോ ഒരു തേങ്ങയോ ഒന്നുമില്ല. ഞാൻ കരുതി ഒരു പഴയ ബ്ലാക്ക് പാൻ്റ് ഉണ്ട്, അത് കട്ട് ചെയ്തതിൻ്റെ ഒരു പീസായിരുന്നു, അത് വെച്ചിട്ട് ചെയ്യാമെന്ന്. എത്രത്തോളം കറക്റ്റ് ആവുന്നോ ഭംഗിയാവുന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. അപ്പോൾ ഈ ഒരു ബ്ലാക്ക് തുണി കംപ്ലീറ്റ് ഞാൻ കവർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഇതുപോലെ കുനുകുന കട്ട് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ആ ഒരു സ്പേസിലേക്ക് മടക്കിയിട്ട് നീറ്റായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്തു. അത്രയേ ഉള്ളൂ കേട്ടോ, വേറെ ഒരു കോംപ്ലിക്കേഷൻസും ഇവിടെ ഇല്ല. പിന്നെ ഇവിടെ നമ്മൾ തുണി ഉപയോഗിച്ചതുകൊണ്ട് തന്നെ നല്ല നീറ്റായിട്ട് നമുക്കത് മടക്കി കറക്റ്റ് ആ ഷേപ്പിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യുന്നത്. തെർമാക്കോൾ ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്യുന്ന സമയത്ത് അത് ഇങ്ങനെ ഉരുകി പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കരുതി കുഴപ്പമില്ല, ആ ഒരു ലിക്വിഡ് ആക്കിയ സ്പോട്ടിൽ തന്നെ തുണി അതിലേക്ക് വെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഒട്ടിയിട്ട് കിട്ടുന്നുണ്ട്. അങ്ങനെ കവർ ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ ചിറകിൻ്റെ പോർഷനിൽ ഇതുപോലെ നമ്മളൊരു ആർച്ച് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് കാർഡ്ബോർഡിലേക്ക് ഇതുപോലെ തുണി ഒട്ടിച്ചിട്ടാണ് സെറ്റാക്കി എടുക്കുന്നത്. അതും കൂടി നല്ല നീറ്റായിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം കുഞ്ഞു ആ ഒരു ചിറകിൻ്റെ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ നിങ്ങളുടെ കാക്കയ്ക്ക് അനുസരിച്ച് ഷേപ്പിനും സൈസിനൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് മാറ്റി മറിച്ചൊക്കെ ചെയ്യാം. ഇനി കോൺ ഷേപ്പിലൊരു ബ്ലാക്ക് തുണി കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തു കേട്ടോ. പിന്നെ കാലും ഇതുപോലെ തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. കണ്ണിന് തെർമാക്കോൾ ബോൾസ് ഒന്ന് നടുക്ക് കൂടെ കട്ട് ചെയ്തതിന് ശേഷം ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കണ്ണും റെഡി ആയിട്ടുണ്ട്. മാക്സിമം ഗ്ലൂ ഗണ്ണിൻ്റെ ആ ഒരു ഗമ്മുള്ള ആ ഒരു ഇങ്ങനെ ഗമ്മ് ബ്ലാക്ക് കളർ തുണിയിലാവാതിരിക്കാൻ നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ
കാക്ക റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു ക്യൂട്ടായിട്ടുള്ള കാക്ക ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ദൂരത്ത് നിന്നൊക്കെ നോക്കുമ്പോൾ ഒരു കാക്കേൻ്റെയൊക്കെ ലുക്ക് ഉണ്ടല്ലേ. അപ്പോൾ എന്തായാലും എൻ്റെ മോളെ പറ്റിക്കാൻ എനിക്കിത് മതി. ഫുഡൊക്കെ കൊടുക്കുമ്പോൾ കാക്കേനൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതെന്താണ് എന്നത് ഇവിടുത്തെ കാക്ക കാക്കേനെ കാണിച്ചത് നമ്മക്ക് കാക്കയൊത്ത് കാക്ക കാക്ക എന്ന് പറഞ്ഞേ